ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിനിമ അഡിക്റ്റഡ് അബുട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുൾ രാജീസ്. ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷാജി കൈലാസ് ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നത് കാപ്പ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹം സിനിമ ചെയ്താന്ന് എനിക്ക് ഓർക്കണില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൽ കിട്ടണില്ല. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത ശേഷം പിന്നെ വന്ന ഇതായിരിക്കുന്നു. ഈ നമ്മുടെ ജോജി ജോർജാണ് നായകനായിട്ട് വരുന്നത്. നമ്മള് രാവിലെ പടം റിലീസ് ആയാണ്. അപ്പൊ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. രാവിലെ തന്നെ മോർണിംഗ് ഷോ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എഴുന്നേക്കാൻ പറ്റില്ല. ഉറക്ക ക്ഷീണമാണ്. നേരെ വന്ന് അതുമാറി കിടന്നിട്ട് എഴുന്നേറ്റപ്പോ തന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് വരെ ഞാൻ ഒന്നൊന്നര മണിയായപ്പോ എഴുന്നേറ്റ്. അപ്പൊ 2:30 ഷോ നോക്കിയപ്പോ ആളുണ്ട്. നേരെ പോയി ബുക്ക് ചെയ്ത് അങ്ങനെ കയറി കണ്ട. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. പിന്നെ സിനിമയെ പറ്റി പറയാനുള്ളത്, നമ്മള് 90s കാലഘട്ടത്തിൽ സിനിമകൾ, പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ഒരു റിവെഞ്ച് സ്റ്റോറി ആണെങ്കിലും അവസാനം ഒരു നായകന്റെ ഇടിയും മേടിച്ചു പോകുന്ന വില്ലന്മാരും, ചിലപ്പോൾ നായകനെയും ചിലപ്പോൾ ചിലപ്പോൾ ചെത്തുപോണന്മാരും, അങ്ങനത്തെ ടൈപ്പ് നമ്മൾ റിവെഞ്ച് സ്റ്റോറി ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഇതും അത് തന്നെ. ഒരു മാറ്റവും ഒരു മാറ്റില്ലെന്ന് വെച്ചാൽ ഒരു മാറ്റവും. ഞാനൊരു അതായത് ഈ വീഡിയോ ഇദ്ദേഹം കാണോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ റിവെഞ്ച് സ്റ്റോറിയൊക്കെ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷാജി കൈലാസ് സാറെ കാണോ ഇല്ലെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ലോക്കൽ ചാനലാണല്ലോ നമ്മുടെ തുടങ്ങിയിട്ടുള്ളല്ല. മെയിൻ ടീമൊക്കെ കുറെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഇടയിൽ നോക്കണം. എന്നാലും ഞാൻ പറയാണ്, സാർ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ നമ്മൾ റിവെഞ്ച് സ്റ്റോറിയൊക്കെ ഓൾറെഡി ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടനവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ. ആ കാലഘട്ടത്തിൽ നമ്മൾ നല്ലപോലെ കണക്ട് ആവുമായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പോഴും അതേ ഒരു ലൈനപ്പിൽ തന്നെ നമ്മൾ പിന്നെ ഒരു പടം എടുക്കുമ്പോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഇത് വ്യത്യസ്തത കൊണ്ടുവരുന്നെങ്കിൽ നമ്മളൊരു കണക്ട് ആയാൽ, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ പടത്തോട് ഒരു നല്ല രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവായിട്ടിരുന്ന് കാണാമായിരുന്നു. പക്ഷെ ഇത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടു മറന്ന കഥ അതില് ഇത്തിരി വേറെ ക്യാരക്ടർ ആണെങ്കിലും വേറെ 2-3 ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ശരി വേറെ രീതിയിൽ മേക്ക് ചെയ്തു. പക്ഷേ കഥാലൈനപ്പ് നോക്കുമ്പോൾ തന്നെ എല്ലാം സെയിം സാധനം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ജനറേഷനിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞ എന്തെങ്കിലും പുതുമയായിട്ടുള്ള സ്റ്റോറി, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വിധത്തിലുള്ള പശ്ചാത്തലവും, അല്ലെങ്കിൽ മേക്കിങ് നല്ലപോലെ ആക്കണം. സെയിം പാറ്റേണുള്ള കഥയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് നോബടി മൂവി, അതായത് ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വന്ന ഒരു മേക്കിംഗ് സ്റ്റൈൽ പിടിച്ച ഒരു മൂവിയാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കഥ നമ്മള് റോബറി കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു സെയിം പാറ്റേൺ തന്നെ കഥയാണ്. പക്ഷെ എന്നാലും അതിൽ അവര് പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിസാം ബഷീറാണ് ഡയറക്ടർ, അതിൽ പിടിച്ചിരിക്കുന്നവരുടെ മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. അത് ക്യാമറ ആംഗിളിലാണെങ്കിൽ മേക്കിങ്ങിന്റെ ആണെങ്കിൽ എല്ലാം കൊണ്ടാണ് മോനെ ആ സിനിമ പോണത്. ആ സിനിമയുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അപാരമായിരുന്നു. അതുപോലെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നെങ്കിൽ നമുക്കത് കണക്ട് ആയേനെ. ഇത് ഒരു കണ്ടുമടുത്ത കഥ, കണ്ടുമടുത്ത സെയിം വില്ലനും നായകനും, അല്ലെങ്കിൽ അതേപോലത്തെ ഫൈറ്റ് ആണ് കാര്യം. പിന്നെ പറയാനുള്ള കിൻഡലടി, അത് ജോർജി ജോർജിന്റെ ഈ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നടന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഫൈറ്റ് സീനൊക്കെ വരുമ്പോ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ ബോഡി വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരാളെ നമ്മൾ ഇടുക്കി, ആ ഒരു നല്ലൊരു ഹെവി ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ വരുമ്പോ, ഒരാളെ ഇടിച്ച് താഴത്തിടുമ്പോ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പരിക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ മറ്റേ തെലുങ്ക്, കന്നഡ, തമിഴ് അവിടെയൊക്കെ ഉള്ള കൂട്ടത്തെ ഇടിക്കുമ്പോ പറഞ്ഞിരുന്ന അവിടെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് കിടക്കുന്ന ആ രീതിയിലല്ല. ഇതില് എന്താ പറയുക, നമ്മൾ നോർമൽ അത്യാവശ്യം നല്ലൊരു ആരോഗ്യമുള്ള ഒരുത്തനാണെങ്കിൽ അവൻ മറ്റുള്ള ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവർക്ക് എഫക്റ്റീവ്, അല്ലെ നമുക്ക് അവർക്ക് എന്തൊക്കെ ഏത് രീതിയിലുള്ള പരിക്കായിരിക്കും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതുപോലത്തെ കാറ്റഗറി വരുന്ന ഫൈറ്റ് സീൻ ആണെങ്കിലും സിനിമകളാണ് ചെയ്യാൻ പറ്റിയ കിടിലൻ പെർഫെക്റ്റ് ആയിട്ടൊരു ആളാണ് ജോയിയോട്ടെ. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത് ഈ ഫൈറ്റ് സീൻ ആണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രം കണ്ടിട്ട് കാര്യമില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകനുണ്ട്, സാനി അയ്യപ്പനുണ്ട്, നമ്മുടെ എന്താണ് വാണി വിശ്വനാഥുണ്ട്, ബാബുരാജുണ്ട്, പിന്നെ ആരാണ്, ആസീസ് നെടുമങ്കാട്,
പിന്നെ ഒട്ടനവധി മുരളി ഗോപിയാണ് ഏറ്റവും വില്ലൻ റോള് തന്നെ. അത് നമ്മൾ ട്രെയിലറിലവർക്ക് മനസ്സിലാവും. അദ്ദേഹം നല്ല കിടിലൻ ലുക്കിലൊക്കെയാണ് അദ്ദേഹം ഒരു വെള്ളാക്കിയിട്ട് അടിപൊളി ലുക്കിലാണ് വരുന്നത്. പിന്നെ അർജുൻ അശോകൻ നല്ല ഒരു തോന്നണ അരമണിക്കൂർ കുറ്റം കണ്ടുള്ള ഒരു സ്ക്രീന് റോളുള്ളതെന്ന് തോന്നുന്നു അർജുൻ അശോകന്റെ. പിന്നെ ബൈജു ഏട്ടൻ പൊളിയായിരുന്നു കേട്ടോ. ആ ആള് എല്ലാം ഈ ഇടക്ക് നല്ല കത്തിക്കരുത് മാസമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ വന്ന് ഇടയ്ക്ക് ഒരു ചെറിയ കൗണ്ടറൊക്കെ അടിച്ചിട്ട് വേണം സീനിക്കുന്നത്. അതിനുള്ളിൽ നല്ല രസമായിരുന്നു അദ്ദേഹത്തിന്റെ റോള്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു പേര് എനിക്കറിയാൻ മേല, ഞാൻ നോക്കട്ടെ ഒന്ന്. കടമറ്റത്ത് കർത്തന. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സീരിയല് അല്ലെങ്കിൽ സീരിയലിന്റെ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. സുകന്യ എന്നാണ് ആ നടിയുടെ പേര്. അതായത് കടമറ്റത്ത് കർത്തനായത് ആ സീരിയലിൽ ഒരു യക്ഷിയുടെ റോളിൽ തന്നെ ഞാൻ ആ മുഖം ഞാൻ ആ പെട്ടെന്ന് സിനിമ കണ്ടപ്പോ പെട്ടെന്ന് ഓർത്ത കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഒരു യക്ഷിയുടെ റോളിൽ വന്നതാണ് ഈ നടി. കുറെ നാൾക്ക് ശേഷം അവരെ ഒരു നല്ലൊരു റോളിൽ കാണാൻ പറ്റി. പിന്നെ പടത്തിന്റെ കമ്പോസ് ചെയ്തിരിക്കുന്നത് സാംസീസ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് സാംസീസിനോട് കൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര മതി, ഇതിന്റെ അപ്പുറത്തൊന്നും ചെയ്യണ്ട, ഈ സാധനം തന്നെ ഞങ്ങൾ റിപ്പീറ്റ് കൊടുത്ത് ചെയ്യിച്ചോളാം, അല്ലെങ്കിൽ ഈ റിപ്പീറ്റ് കൊടുത്ത് ഓരോ സീനിലും ഞങ്ങൾ ആഡ് ചെയ്തോളാം. പൈസ കൊടുക്കാനില്ല ഇനി ഇയാൾക്ക് കൊടുക്കാൻ. സത്യം പറഞ്ഞ സാംസീസിന് ഒരു വില്ലന് നായകന് അതിന് ഇടക്കൊന്ന് ഓണ റോൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ചെറിയ അല്ലെങ്കിൽ ഒരു സെയിം ബീജിയം തന്നെ നായകൻ ഇച്ചിരി നല്ല ഹെവി ആയിട്ട് കാണിച്ചിട്ട് ആ ബീജിയമും വില്ലനൊരു ഇച്ചിരി കുറവായിട്ട് കാണിക്കും. പിന്നെ അതിന്റെ ഇടക്കൊന്ന് റോള് പോണ ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് അതിനിച്ചിരി നല്ല അവിടെ ഇവിടെയും തൊടിച്ച് ആ ബീജിയം തന്നെ കാണിക്കും. എന്താടേ വേറെ ബീജിയം ഒന്നും കൊടുക്കണ്ടേ? ഒരു ബീജിയം എന്നൊക്കെ ഒരു ബീജിയം ഉണ്ട്. ആ ബീജിയം ഞാൻ ഫസ്റ്റ് 2 സീൻ കണ്ടപ്പോ തന്നെ ഒരു ഫസ്റ്റ് സീൻ തൊട്ട് അങ്ങോട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഞാൻ ആ സീൻ കണ്ടപ്പോ ആ കൊള്ളാല്ലാന്ന് വിചാരിച്ചു. പിന്നെ പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോ വെറുത്ത് പോയി. കേട്ട് തലപൊങ്ങം ചുറ്റുമല്ല ബീജിയത്തിന്റെ കാര്യം. പിന്നെ എഡിറ്റ് ഷമീർ മുഹമ്മദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. സ്റ്റണ്ട് കിങ്സ്റ്റനും രാജശേഖർ മാസ്റ്റർ ഒക്കെ കൂടിയാണ് സ്റ്റണ്ടും കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട് കൊള്ളാട്ടോ. സത്യം പറഞ്ഞ സിനിമ മൊത്തത്തിൽ ആ സ്റ്റണ്ടും കൂടി മോശമായിരുന്നെങ്കിൽ ശരിക്കും ചൂടാണെന്ന് ഞാൻ പറഞ്ഞേനെ. സ്റ്റണ്ടും കൂടി ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. അതെങ്കിലും നല്ലതെന്ന് പറയാനുണ്ട്. പക്ഷെ എന്തുവാണ് ഇത് സ്റ്റണ്ട് വാരി വാതറി എന്തോ അവിടെ ഇവിടെയും തൊടിയിച്ച് കുറെ ബീജിയം വിട്ട് പണ്ടത്തെ ലെവലിൽ ഒരു കഥാ സ്റ്റൈലും മേക്കിംഗ് സ്റ്റൈല് വരെ എല്ലാം പിടിച്ചൊരു മൂവി. ഇതിനൊക്കെ മൂവി കണ്ടു നോക്കുന്ന വെച്ചാൽ പറയാം. അത് പറയാം, ഞാനത് സിനിമകള് അല്ലെങ്കിൽ മലയാള സിനിമ പ്രത്യേകിച്ച് നല്ലപോലെ കാണുന്നൊരു വ്യക്തിയായതുകൊണ്ട് എനിക്കത് വർക്കായില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ഇനി വർക്കാവില്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറയണത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുന്ന വെച്ചാൽ ശരി.